പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ നമ്മുടെ കേരള നവോത്ഥാന നായകർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകരുടെ കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പൊയ്കേൽ യോഹന്നാൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, അങ്ങനെ ഒരു നിരവധി നവോത്ഥാന നായകരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1856 ഓഗസ്റ്റ് 20 മുതൽ 1928 സെപ്റ്റംബർ 10 വരെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടം. 1856 മുതൽ 1928 വരെ. 1856 ഓഗസ്റ്റ് 20 മുതൽ 1928 സെപ്റ്റംബർ 20 വരെയുള്ള കാലഘട്ടം. നമുക്കറിയാം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ആയ ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും ഇളയ പുത്രനായിട്ടാണ് 1856 ഓഗസ്റ്റ് 20 ജനിച്ചത്. എവിടെയാ ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും ഇളയ പുത്രനായിട്ടാണ് ജനിച്ചത്. ശ്രീനാരായണ ഗുരു ദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ആരാ ഭരിച്ചിരുന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നാണു എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്. ഭാര്യയുടെ പേര് എന്തായിരുന്നു? കാളി എന്നും ആയിരുന്നു. നാണു എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്, ഭാര്യയുടെ പേര് കാളി എന്നായിരുന്നു. രാമൻപിള്ള ആശാനായിരുന്നു ആദ്യകാലത്തെ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ആശാൻ ആരായിരുന്നു? രാമൻപിള്ള ആശാനായിരുന്നു ആദ്യകാല ഗുരുവായിട്ട് പറയുന്നത്. തൈക്കാട് അയ്യ എന്ന സുബ്രഹ്മണ്യ ഭക്തന്റെ സ്വാധീന ഫലമായി സുബ്രഹ്മണ്യ ഭക്തിയിൽ കവിതകൾ രചിച്ചു. അപ്പൊ തൈക്കാട് അയ്യയാണ് ശ്രീനാരായണ ഗുരുവിനെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തൈക്കാട് അയ്യ എന്ന സുബ്രഹ്മണ്യ ഭക്തന്റെ സ്വാധീന ഫലമായി സുബ്രഹ്മണ്യ ഭക്തിയിൽ കവിതകൾ രചിച്ചു. ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തിരുന്ന ഗുരുദേവൻ ജന്തുബലി നിർത്തലാക്കാൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. അപ്പം ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് 1882 എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. ക്ലിയർ അല്ലേ? പിന്നീട് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887 88 എന്ന് പറയരുത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. പിന്നെ 1888 വളരെ പ്രശസ്തമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. 1888 നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ് ഗുരുവിന്റെ ദൗത്യം വിളംബരം ചെയ്തത്. എന്താണ്? 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിക്കുന്നു. 1888 നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ് ഗുരുവിന്റെ ദൗത്യം വിളംബരം ചെയ്തത്. അപ്പം 1888 എന്ത് നടക്കുന്നത്? ശിവപ്രതിഷ്ഠ നടത്തുന്നത് അല്ലെ? 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ സംഭവത്തെ അരുവിപ്പുറം വിപ്ലവം എന്നും അറിയപ്പെടുന്നു. എന്താണ് പറയുന്നത്? അരുവിപ്പുറം വിപ്ലവം എന്ന് പറയുന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ക്ലിയർ അല്ലേ? ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായാംഗം ചെയ്തതിനെ യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തപ്പോൾ ഗുരുവിന്റെ മറുപടി ഇതായിരുന്നു: നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഏത് നദിയിലാ? നെയ്യാർ നദിയിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. എവിടെ നിന്നാ കിട്ടിയത്? നെയ്യാർ നദിയിലെ ശങ്കരൻ കുഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഗ്രഹത്തിന്റെ കല്ല് കണ്ടെത്തിയതെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഒരു പോയിന്റ് ഉണ്ട്. ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക കേരളീയൻ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ജനന മരണ ദിവസങ്ങൾ പൊതു അവധി ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക കേരളീയനാണ് ശ്രീനാരായണ ഗുരു. ക്ലിയർ അല്ലേ? പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ഏത്? ശിവശതകം. ഏതാണ്? ശിവശതകം. അവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശിവശതകം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണെന്ന് പറയാൻ പറ്റും? ശ്രീനാരായണ ഗുരു ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ഏത്? ശിവശതകം എന്ന് പറയുന്ന കൃതി. ക്ലിയർ അല്ലേ?
ഗുരുവിന്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് എവിടെ? വക്കം സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. അത് നടന്നത് ഒരു വർഷങ്ങൾക്ക് ശേഷം 1889 വക്കം സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടക്കുന്നത്. ഇത് അറിയപ്പെടുന്നത് എന്താ? വേലായുധൻ നട എന്നാണ് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്ന പേര്? വേലായുധൻ നട. വേലായുധൻ എന്ന് പറയുന്നത് ആരാ? സുബ്രഹ്മണ്യനാണ് അല്ലെ. അപ്പൊ വേലായുധൻ നട എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. അത് എവിടെയാണ് നടത്തിയത്? അത് അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വക്കം സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. അത് എന്നാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ 1889 നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ അല്ലേ? കുമാരനാശാന്റെ പിതാവ് നാരായണൻ പെരിങ്ങാടിയുടെ അഭ്യർത്ഥന പ്രകാരം 1891 ശ്രീനാരായണ ഗുരു കായിക്കരയിൽ നിന്നും കുമാരനാശാനെ കൂട്ടിക്കൊണ്ടുപോയി. എന്താണ്? കുമാരനാശാന്റെ പിതാവ് നാരായണൻ പെരിങ്ങാടിയുടെ അഭ്യർത്ഥന പ്രകാരം 1891 ശ്രീനാരായണ ഗുരു കായിക്കരയിൽ നിന്നും കുമാരനാശാനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. 1895 ബംഗളൂരിൽ വെച്ച് ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടി. അപ്പം ഡോക്ടർ പൽപുവിനെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1895 നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. അപ്പൊ 1895 ബാംഗ്ലൂരിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടുന്നത്. ക്ലിയർ അല്ലേ? 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചു. പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ രൂപീകരണത്തിന് പ്രേരണയായത് ഇതാണ്. ഇപ്പൊ നമ്മുടെ SNDP ഉണ്ടല്ലോ. അപ്പം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ രൂപീകരണത്തിന് പ്രേരണയായത് ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് എന്നാണ് പറയുന്നത്. അപ്പം 1898 1888 അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിക്കുന്നു. ക്ലിയർ അല്ലേ? വാവൂട്ടി യോഗം എന്നറിയപ്പെട്ട അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDP യോഗത്തിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഒരു യോഗം രൂപവൽക്കരിച്ചു എന്ന് പറഞ്ഞല്ലോ 1898. ആ ഒരു ക്ഷേത്ര യോഗത്തിന് പറഞ്ഞ പേരാണ് എന്ത്? വാവൂട്ടി യോഗം എന്നാണ് അറിയപ്പെട്ടത്. വാവൂട്ടി യോഗം എന്നറിയപ്പെട്ട അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് പിന്നീട് എന്തിന്റെ മുൻഗാമിയായിട്ട് പറയപ്പെടുന്നത്? SNDP യോഗത്തിന്റെ മുൻഗാമിയായിട്ട് പറയപ്പെട്ടത് ആരാണ്? വാവൂട്ടി യോഗമാണ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? 1903 വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞു. 1898 ശേഷം 5 വർഷം കഴിഞ്ഞു. 1903 മെയ് 15 ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചു. ആരാണ്? ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു. SNDP എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്നാണ് സ്ഥാപിച്ചത്? എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1903 മെയ് 15 ശ്രീനാരായണ ഗുരു ആയിരുന്നു പ്രസിഡന്റ്. പിന്നെ മഹാകവി ആരായിരുന്നു? കുമാരനാശാൻ ആയിരുന്നു എന്ത്? സെക്രട്ടറി ആയിട്ടിരുന്നത്. അപ്പം കുമാരനാശാൻ ആരാണ്? സെക്രട്ടറിയും ശ്രീനാരായണ ഗുരു ആജീവനാന്ത പ്രസിഡന്റുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം നമുക്ക് നോക്കാം, ഡോക്ടർ പൽപു ആയിരുന്നു വൈസ് പ്രസിഡന്റ്. അപ്പൊ ആരുടെ സഹായത്തോടെ തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞു ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെയാണ് SNDP രൂപീകരിച്ചതെന്ന് പറഞ്ഞു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത് ആരാണ്? ഡോക്ടർ പൽപു ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? SNDPയുടെ ആദ്യ സമ്മേളനം നടന്നത് രൂപീകരിച്ചതിന് ഒരു വർഷത്തിന് ശേഷം 1904 പറയുന്നു. 1904 എവിടെയാണ് നടന്നത്? അരുവിപ്പുറത്താണ് നടന്നത്. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്താണ് SNDPയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1904. ക്ലിയർ അല്ലേ? SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ അല്ലേ? SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് മുഖപത്രം? മാസികയായിട്ടുള്ള യോഗനാഥമാണ് SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം. ഏതാണ്? യോഗനാഥം. SNDP ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. ക്ലിയർ അല്ലേ? 1901 തിരുവിതാംകൂർ സർക്കാർ മതാചാര്യനും നവോത്ഥാന നായകനുമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രഖ്യാപിച്ചു. 1901. പിന്നീട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? മാതാ പെരുമാൾ ആയിരുന്നു. എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? മാതാ പെരുമാൾ ആയിരുന്നു. ക്ലിയർ അല്ലേ? SNDPയുടെ ആദ്യ മുഖപത്രമായിരുന്നു ഏത്? 1904 കുമാരനാശാൻ തോന്നയ്ക്കിൽ നിന്ന് ആരംഭിച്ച വിവേകോദയം. വിവേകോദയം. ഇപ്പോഴത്തെ യോഗനാഥമാണെന്ന് പറയുന്നു. എന്താണ്? SNDPയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു 1904 കുമാരനാശാൻ
തോന്നക്കൽ നിന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമായ വിവേകോദയം. ക്ലിയർ അല്ലേ? വിവേകോദയത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എം ഗോവിന്ദൻ ആയിരുന്നു. വിവേകോദയത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എം ഗോവിന്ദൻ. ക്ലിയർ അല്ലേ? വിവേകോദയം എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയ ഡോക്ടർ പൽപു ആണ്. ആരാണ്? ഡോക്ടർ പൽപു ആണ് വിവേകോദയം എന്ന പേര് നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? 1905 കൊല്ലം കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിക്കാൻ ഗുരു മുൻകൈയെടുത്തു 1905. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്താണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ക്ലിയർ അല്ലേ? 1910 കോഴിക്കോടും മംഗലാപുരത്തും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. 1910 കോഴിക്കോടും മംഗലാപുരത്തും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു ആര്? ശ്രീനാരായണ ഗുരു. ക്ലിയർ? കോഴിക്കോട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാണ്? ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. കോഴിക്കോട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും സ്ഥാനം പിടിച്ച ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ എന്നായിരുന്നു? 1967 1967 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും സ്ഥാനം പിടിച്ച ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? 1911 തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിൽ ഗുരുവിനെ ദേശീയ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. എന്താണ്? 1911 തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിൽ ഗുരുവിനെ ദേശീയ വിശുദ്ധൻ, നാഷണൽ സെയിന്റ് എന്ന് ആയി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് 1911. 1912 ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി. അപ്പം അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം 1914 ശ്രീനാരായണ ഗുരുദേവനും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടി. 1914 ആയപ്പം ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടി. 1912 ആയപ്പം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടി. പിന്നീട് പറയുന്ന കാര്യം എന്താണ്? 1909 ശിവഗിരിയിൽ ശാരദാ മഠത്തിന് ഗുരു തറക്കല്ലിടുകയും പിന്നീട് ശിവഗിരിക്കുന്ന പ്രവർത്തന കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ 1909 ശിവഗിരിയിൽ ശാരദാ മഠത്തിന് ഗുരു തറക്കല്ലിട്ടത്. അത് പിന്നീട് ശിവഗിരിക്കുന്ന പ്രവർത്തന കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? പിന്നെ ശിവഗിരിക്ക് ആ പേര് നൽകിയതും ആരാണ് എന്ന് പറയുന്നു? ശ്രീനാരായണ ഗുരു ആണെന്ന് പറഞ്ഞു. പിന്നെ 1912 ആയപ്പോൾ അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തി. എന്ത് നടത്തി? ശാരദാ പ്രതിഷ്ഠ നടത്തി. ക്ലിയർ? ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ എന്നിവരാണ്. ഇപ്പോൾ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനം ഉണ്ടല്ലോ, ആ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് ആരൊക്കെയാണ്? വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ എന്നിവർ ചേർന്നാണ്. ക്ലിയർ അല്ലേ? പത്തനംതിട്ട ജില്ലയിലെ ഇലവൻതിട്ടയിൽ നിന്നാണ് ആദ്യത്തെ തീർത്ഥാടന സംഘം പുറപ്പെട്ടത്. ഇലവൻതിട്ടയിൽ നിന്നാണ് ശിവഗിരി തീർത്ഥാടനത്തിലുള്ള ആദ്യത്തെ സംഘം പുറപ്പെട്ടത് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി ആരാണെന്ന് ചോദിച്ചാൽ മൂലൂർ S പത്മനാഭ പണിക്കരാണ്. ആരാണ്? മൂലൂർ S പത്മനാഭ പണിക്കരാണ് ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി. മൂലൂർ S പത്മനാഭ പണിക്കർ. ഓക്കെ അല്ലേ? 1921 മെയ് 15 അല്ലെങ്കിൽ കൊല്ലവർഷം 1096 ഇടവൻ 2 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നു. ഗുരുവായിരുന്നു അധ്യക്ഷൻ. 1921 മെയ് 15 അല്ലെങ്കിൽ കൊല്ലവർഷം 1096 ഇടവൻ 2 അദ്വൈതാശ്രമത്തിൽ വെച്ച് സമസ്ത കേരള സഹോദര സംഘം സമ്മേളനം നടന്നു. ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുവായിരുന്നു ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ഇരുന്നത്. 1913 ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1913 അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? പെരിയാറിന്റെ തീരത്ത് ആലുവയിലാണ് സ്ഥാപിക്കുന്നത്. എന്നാണ് സ്ഥാപിച്ചത്? 1913 സ്ഥാപിച്ചത്. അതിനുശേഷം ഒരു 11 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1924 ആയപ്പോൾ ഇവിടെ വെച്ച് സർവമത സമ്മേളനം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ആലുവയിലായിരുന്നു. എന്നാണ് നടന്നത്? 1924 അപ്പൊ ആലുവയിലാണ് അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നീട് പോകുന്ന കാര്യം നോക്കിക്കേ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകൾ എന്ന് പറയുന്നത്, ആദ്യത്തെ രചന എന്ന് പറയുന്നത് ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നീട്
ഇതിന്റെ പ്രധാനപ്പെട്ടതൊക്കെ നോക്കാം. ആത്മോപദേശ ശതകം, പിന്നെ ദർശനമാല, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, അർദ്ധനാരീശ്വര സ്തോത്രം, ശിവശതകം, കുണ്ടലിനി പാട്ട്, ദൈവദശകം, അനുകമ്പാദശകം, ചിജണ്ഡ ചിന്തനം, അദ്വൈത ദീപിക, ജനനി നവരത്ന മഞ്ജരി, വിനായക അഷ്ടകം, തേവാര പതികങ്ങൾ, അത് തമിഴാണ്, തേവാര പതികങ്ങൾ തമിഴ്, തിരുക്കുറൽ വിവർത്തനം, പിന്നെ ഈശാവാസ്യോപനിഷത്ത് വിവർത്തനം, ജാതി ലക്ഷണം, ജ്ഞാനദർശനം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം, ജാതി നിർണയം, കാളി നാടകം തുടങ്ങിയവയാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താ? ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു. 1924 സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. അപ്പൊ ചോദിക്കാം, ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് എവിടെ വെച്ചായിരുന്നു? എന്തിന്റെ എതിരായിരുന്നു എന്നൊക്കെ ചോദിക്കാം. ഓർക്കുക, ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് അങ്ങനെ പറഞ്ഞത്. എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1924 ക്ലിയർ അല്ലേ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാനുമാണ് എന്നതായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്നതായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ക്ലിയർ? ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ഏതാണ്? മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. 1915 പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ മിശ്രഭോജനം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. മിശ്രഭോജനം നടന്നത് എന്നാണ്? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്നത് 1915 പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ മിശ്രഭോജനം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. 1915 1916 ആലുവയിൽ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 1916 കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചതാരാണ്? സ്വാമി ഗോവിന്ദാനന്ദയായിരുന്നു. ഏതാ? ശ്രീനാരായണ ഗുരുവിന്റെ നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചത് കാഞ്ചീപുരത്ത് ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി ഗോവിന്ദാനന്ദ ആയിരുന്നു. ഗുരുദേവനെ വന്ന് കാണാതെ ഗുരു ചെന്ന് കണ്ട ഏക വ്യക്തിയാണ് ആര്? രമണ മഹർഷി. ആരെയാണ് ശ്രീനാരായണ ഗുരു പോയി കണ്ടത്? ഗുരുദേവനെ വന്ന് കാണാതെ ഗുരു ചെന്ന് കണ്ട ഏക വ്യക്തിയാണ് ആര്? രമണ മഹർഷി. എന്നാണ്? 1916 തിരുവണ്ണാമലയിൽ വെച്ചായിരുന്നു. രമണ മഹർഷി 1916 തിരുവണ്ണാമല. 1918 ഗുരു അനുചരന്മാർക്കൊപ്പം ശ്രീലങ്ക സന്ദർശിക്കുകയും ശ്രീലങ്കയിലെ മലയാളികൾക്കായി വിജ്ഞാനോദയ യോഗം എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. 1926 അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. 1918 1926 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. വിജ്ഞാനോദയ യോഗം എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. അതെന്നാണ്? 1918 ശ്രീനാരായണ ഗുരു ആദ്യമായി കാവി വസ്ത്രം ധരിച്ചത് 1918 ശ്രീലങ്ക സന്ദർശന വേളയിലാണ്. എന്താ പറയുന്നത്? ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കാവി വസ്ത്രം ധരിച്ചത് 1918 ശ്രീലങ്ക സന്ദർശന വേളയിലാണ് എന്ന് പറയുന്നു. 1922 ടാഗോറും 1925 ഗാന്ധിജിയും ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിച്ചിരുന്നു. എന്താണ്? 1922 രവീന്ദ്രനാഥ് ടാഗോർ സന്ദർശിച്ചു. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. അല്ലെ? ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ച സമയം ഗാന്ധിജിയോടൊപ്പം സി രാജഗോപാലാചാര്യയും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് ആരാണ്? എൻ കുമാരനാണ്. ആരാണ്? എൻ കുമാരൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? സി എഫ് ആൻഡ്രൂസ്. ആരാണ്? സി എഫ് ആൻഡ്രൂസ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് ഗുരുവിനെ കുറിച്ച് പരാമർശിച്ചത് ആരായിരുന്നു? സി എഫ് ആൻഡ്രൂസ് ആയിരുന്നു. ആരാണ്? സി എഫ് ആൻഡ്രൂസ് ആയിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തിനെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞത് സി എഫ് ആൻഡ്രൂസ് ആണ്. ആരെ കുറിച്ചാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ടാഗോറും ഗുരുവും നടത്തിയ സംഭാഷണം തർജ്ജമ ചെയ്തത് ആരാണ്? തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചത് ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ക്ലിയർ അല്ലേ?
പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളോടൊപ്പമാണ് എത്തിയത്. ഓക്കെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ആധ്യാത്മികതയിൽ ഊന്നിയ സംഘം ആവശ്യമാണെന്ന് കണ്ട ഗുരു 1926 ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചു. ആസ്ഥാനം എവിടെയാണ്? ശിവഗിരിയാണ്. അപ്പം ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1926 മനസ്സിലാക്കുക. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥാപിച്ചത്? ശിവഗിരിയിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഈ സംഘടന 1928 അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സ്വാമി ബോധാനന്ദയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1926 സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ സംഘം 1928 ആയപ്പോൾ സ്വാമി ബോധാനന്ദയുടെ പേരിൽ എന്ത് ചെയ്യപ്പെട്ടു? രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? 1927 തലശ്ശേരിയിൽ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ശില്പി ആരായിരുന്നു? പ്രൊഫസർ തവർലി ആയിരുന്നു. ആരായിരുന്നു? പ്രൊഫസർ തവർലി ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠയുടെ ശില്പി എന്ന് പറയുന്നത്. അത് എവിടെ സ്ഥാപിച്ചത്? തലശ്ശേരിയിലാണ് സ്ഥാപിച്ചത്. എന്നാണ് സ്ഥാപിച്ചത്? 1927 സ്ഥാപിച്ചത്. 1927 ആലപ്പുഴയിൽ കലവൻകോട് എന്ന സ്ഥലത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതി വെച്ചു. അപ്പൊ നോക്കിയേ, ഓം ശാന്തി എന്ന് എഴുതി വെച്ചു. 1927 ആലപ്പുഴയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഓക്കെ അല്ലേ? അപ്പൊ ജീവിച്ചിരിക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ എവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടു? തലശ്ശേരിയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഗുരുദേവന്റെ അവസാനത്തെ പ്രതിഷ്ഠയായാണ് ഏത് പ്രതിഷ്ഠയെ കാണപ്പെടുന്നത്? ആലപ്പുഴയിലെ കലവൻകോട് നടത്തിയ പ്രതിഷ്ഠയെ കാണപ്പെടുന്നത്. കലവൻകോട്. ക്ലിയർ അല്ലേ? കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വമാണ് അഹം ബ്രഹ്മാസ്മി. ഏതാണ്? അഹം ബ്രഹ്മാസ്മി എന്നാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം. അഹം ബ്രഹ്മാസ്മി. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ വിളക്കമ്പലം കാരമുക്ക്. തൃശ്ശൂരിലെ വിളക്കമ്പലം കാരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. വിളക്കമ്പലം കാരമുക്ക്, തൃശ്ശൂര്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും അവസാനത്തെ ശിഷ്യൻ ആരാണ്? ആനന്ദ തീർത്ഥസ്വാമികളുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും അവസാന ശിഷ്യൻ ആരാണ്? ആനന്ദ തീർത്ഥ സ്വാമികളുമാണ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്നാണ്? 2009 ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്നാണ്? 2009. ക്ലിയർ അല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി 2006 100 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിന്റെ വേഷം ചെയ്തത് തലൈവാസൽ വിജയ് ആണ്. ആരാണ്? തലൈവാസൽ വിജയ് ആണ്. ക്ലിയർ? ശ്രീനാരായണ ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ ആണ്. ആരാണ്? P.A. ബക്കർ ആണ്. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. നാരായണീയം എന്ന കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. നാരായണീയം എന്ന കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് M.K. സാനുവാണ്. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് M.K. സാനുവാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് M.K. സാനുവാണ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന കൃതി രചിച്ചതാരാണ്? P. പരമേശ്വരനാണ്. ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചതാരാണ്? കിളിമാനൂർ കേശവനാണ്. ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാണ്? T. ഭാസ്കരനാണ്. ആരാണ്? T. ഭാസ്കരനാണ്. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന രചന നിർവഹിച്ചത് K.P. അപ്പനാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് ഏത്? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്. ക്ലിയർ അല്ലേ? കുമാരനാശാൻ രചിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രമാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാരാണ്? കുമാരനാശാൻ. ആരെക്കുറിച്ചാണ് എഴുതിയത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് എഴുതിയത്. ശ്രീനാരായണ ഗുരു തൈക്കാടയ്യക്ക് സമർപ്പിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ജനനി നവരത്ന മഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു തൈക്കാടയ്യക്ക് സമർപ്പിച്ച കൃതി. ജനനി നവരത്ന മഞ്ജരി. ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത ആളാണ് ആര്? ശ്രീ ബോധാനന്ദ സ്വാമികളെയാണ് ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ആര്? ഏണസ്റ്റ് കിർക്ക്. ആരാണ്? ഏണസ്റ്റ് കിർക്ക്.
എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ആദ്യത്തെ യൂറോപ്യൻ ഏണസ്റ്റ് ക്രിക്ക് ആണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. എവിടെയാ? മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ഷേത്ര പ്രതിഷ്ഠകൾ നോക്കാം. ശാരദാ മഠവും അരുവിപ്പുറത്തേതും ഉൾപ്പെടെ 43 ക്ഷേത്രങ്ങൾക്ക് ഗുരു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്ന് ആണ് വിശ്വാസം. 1888 എവിടത്തെയാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. 1908 തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം. പിന്നെ കലവൻകോട് ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അല്ലെ. പിന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എവിടെയാണ് പറയുന്നത്? അരുവിപ്പുറം ശിവക്ഷേത്രത്തിന്റെ ചുവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വരികൾ ആത്മോപദേശ ശതകത്തിലേതാണെന്ന് പറയുന്നു. ആത്മോപദേശ ശതകത്തിലെ ഏത് വരികളാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ എവിടെയാണ്? ചുവരുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതിൽ നിന്ന് എഴുതിയിരിക്കുന്ന വരികളാണ്? ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ നിന്നും എടുത്ത വരികളാണ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ചതാണ് ഏത്? നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരി. ക്ലിയർ അല്ലേ? അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചത് ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. എന്നാൽ ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയത് ഏതാണ്? നവമഞ്ജരിയാണെന്ന് പറയുന്നു. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതാണ്? കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗമായിരുന്നു. 1927 നടന്ന SNDP യോഗം കോട്ടയം. 1928 സെപ്റ്റംബർ 20 അല്ലെങ്കിൽ 1104 കന്നി 5 വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചാണ് ഗുരുദേവൻ സമാധിയായത്. വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച് 1928 സെപ്റ്റംബർ 20 അല്ലെങ്കിൽ മലയാള മാസം 1104 കന്നി 5 അദ്ദേഹം സമാധിയാവുകയാണ് ചെയ്തത്. 1928 ശ്രീനാരായണ ധർമ്മ സംഘം രജിസ്റ്റർ ചെയ്തത്. 1928. 1952 ആർ ശങ്കറാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത്. 1952 ആർ ശങ്കറാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ കവിതകൾ നോട്ട് മെനി ബട്ട് വൺ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? പ്രൊഫസർ GK ശശിധരനാണ്. പ്രൊഫസർ GK ശശിധരൻ. പ്രകാശനം ചെയ്തത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആയിരുന്നു. നോട്ട് മെനി ബട്ട് വൺ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? പ്രൊഫസർ GK ശശിധരൻ. കേരള സാഹിത്യ അക്കാദമി ശ്രീനാരായണ ഗുരുവിനെ പറ്റി ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു ദ മിസ്റ്റിക്കൽ ലൈഫ് ആൻഡ് ടീച്ചിങ്സ്. എന്താണ്? കേരള സാഹിത്യ അക്കാദമി ശ്രീനാരായണ ഗുരുവിനെ പറ്റി ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു ദ മിസ്റ്റിക്കൽ ലൈഫ് ആൻഡ് ടീച്ചിങ് എന്ന ഗ്രന്ഥം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഏത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. എവിടെയാണ് ആസ്ഥാനം? കൊല്ലം. ക്ലിയർ അല്ലേ? മാറിപ്പോകാതെ പഠിക്കേണ്ടതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഒന്നുകൂടെ പറയാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും, ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളും, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനുമായിരുന്നു എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? പിന്നെ അവസാനമായിട്ട് പറയുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ പറയുന്നു. ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര എന്ന് പറയുന്നത് ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ ആശയമാണ്. ഓം സാഹോദര്യം സർവത്ര. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ വചനമാണ്. 1915 അദ്വൈതാശ്രമത്തിൽ ചേർന്ന യോഗത്തിലാണ് ഗുരു ഈ സന്ദേശം ലോകത്തിന് നൽകിയത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവൻ അവനും സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞത് എവിടുന്നാണ്? ആത്മോപദേശ ശതകത്തിൽ നിന്നാണ്. അവനവന് ആത്മസുഖത്തിനായി വരേണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ഇന്നത്തെ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ചായിരിക്കും? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആയിരിക്കും. ബൈ.